കൃഷ്ണ, ഞാൻ സീരിയസ് ആയ ഒരു കാര്യത്തിന് അഭിപ്രായം ചോദിച്ചാ താൻ അതിന് സത്യസന്ധമായൊരു മറുപടി പറയൂ. സാറ് കാര്യം പറ. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് അമൃതയുടെയും അഭിമന്യുവിന്റെയും ഒരു റിംഗ് എക്സ്ചേഞ്ച് നടത്തണം. അതിനൊരു തീയതി തീരുമാനിക്കണം. അതിന് നമുക്ക് പറ്റിയൊരു ഡേറ്റ് അങ്ങ് തീരുമാനിച്ചാ പോരെ? അത് പോരാ, അഭിമന്യുവിന്റെ വീട്ടുകാരുടെ അഭിപ്രായം അറിയണം. ഈ കാര്യങ്ങൾ സംസാരിക്കാനായി ഞാൻ അഭിമന്യുവിന്റെ അമ്മയെ വിളിക്കാൻ പോവാ. കൃഷ്ണ, ഞാൻ വിളിക്കട്ടെ? അതിന് സാറെന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നത്? ഞാൻ സംസാരിക്കാൻ പോകുന്നത് തന്റെ ഭാര്യയോടും മകനോടുമാ. സാർ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോളൂ. അവിടെ എന്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയില്ല. ഉണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ താനും എൻ്റെ കൂടെ വേണം. അഭിമന്യുവിന്റെ അമ്മയോട് ദേ താനും സംസാരിക്കണം. അവരോടൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവരൊന്നും എന്നോട് സംസാരിക്കാൻ തയ്യാറാവില്ല സർ. കൃഷ്ണ, വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഹലോ, ഞാൻ പഞ്ചരത്നത്തിലെ അമൃതയുടെ അച്ഛനാ, ചന്ദ്രസേനൻ. അമൃതമോളുടെ അച്ഛനാ ചന്ദ്രസേനൻ. സംസാരിക്കൂ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നമസ്കാരം. ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ. പറഞ്ഞോളൂ. അഭിമന്യുവിന്റെയും അമൃതയുടെയും മോതിരം മാറ്റം കൂടി ഉടനെ നടത്തണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതിനെന്താ, നടത്താലോ. ഞങ്ങൾക്കതില് ഒരെതിർപ്പുമില്ല. നിങ്ങളൊരു തീയതിയും മുഹൂർത്തവും നോക്കിയിട്ട് പറഞ്ഞാ മതി. അല്ല, ഇനിയിപ്പോ മുഹൂർത്തമൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റില്ലാത്തൊരു സമയം നോക്കി അവിടെ വെച്ചോ അല്ലെങ്കിൽ ഇവിടെ വെച്ചോ ആ ചടങ്ങ് നടത്താം. വിവാഹത്തിന് ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അഭിമന്യുവിനോട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. എന്റെ മോനോട് ഞാനും പറഞ്ഞോളാം. മോളുടെ അച്ഛൻ അഭയുടെ അമ്മയോട് സംസാരിക്കുക. സംസാരം കേട്ടിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഇല്ലെന്നാ തോന്നുന്നു. ഈ വിവാഹത്തിലൂടെ അഭിമന്യുവിന് അവന്റെ അച്ഛനോടുള്ള എതിർപ്പ് നമ്മളെല്ലാവരും കൂടി അങ്ങ് മാറ്റിയെടുക്കുക. എല്ലാം നേർവഴിക്കാകുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട്. എന്റെ കൂടെ അനന്തകൃഷ്ണനുണ്ട്. ഞാനൊന്ന് അനന്തകൃഷ്ണന് ഫോൺ കൊടുക്കട്ടെ? എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. പരസ്പരം മിണ്ടിയും പറഞ്ഞും വേണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ. അമ്മ സംസാരിക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. ഒരു സെക്കൻഡേ. കൃഷ്ണ, വൈഫിനോട് സംസാരിക്കേ. സംസാരിക്കേ. ഹലോ അച്ഛാ, ഇത് ഞാനാ. അമ്മയ്ക്ക് അച്ഛനോട് സംസാരിക്കാൻ മനസ്സ് കാണില്ല, അച്ഛനറിയാം. മനസ്സിൽ ഉറച്ചുപോയ തെറ്റിദ്ധാരണകൾ അത്രയ്ക്കുണ്ടല്ലോ. അത്ര വേഗം ഉരുകിയൊലിച്ചു പോകുന്ന ഒന്നല്ല അത്. എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അഭിമന്യുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അമൃതമോൾ ശരിയാക്കും. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. അച്ഛൻ സങ്കടപ്പെടണ്ട, എല്ലാം പഴയ പടിയാവും.
അച്ഛനും അമ്മയും ഏട്ടനും ഞാനും പിന്നെ നമ്മുടെ വീട്ടിലെ മരുമോളായ അമൃതീച്ചിയും എല്ലാവരും കൂടി ചേരുമ്പോ ഇവിടെ സ്വർഗമാവും. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.